വെൽക്കം. അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണോ? ഈ ഒരു വ്ളോഗിൽ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതായത് 2 ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കും. ഇതിലും കൂടുതൽ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയും ഇനി ഒന്നും വേണ്ട, ഇതന്നെ ധാരാളമാണെന്നല്ലേ. കണ്ണൂർ എയർപോർട്ട് വന്നുകൊണ്ട് എല്ലാവർക്കും നല്ല സുഖമല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളിതാ കണ്ണൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ അനിയന് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ്. അപ്പം അവനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ, ഹസ്ബൻഡ്, ഉപ്പ, അനിയത്തിൻ്റെ മക്കൾ, പിന്നെ എൻ്റെ മോള് പറഞ്ഞു ഞാൻ വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞ എല്ലാവരും ആയ ശരിയാവില്ല. കാരണം എന്ന് വെച്ചാൽ തിരിച്ച് വരുമ്പോൾ ഓനും ഓൻ്റെ സൈഡിൽ പെട്ടി ഉണ്ടാക്കും, അതുകൊണ്ട് ശരിയാവില്ല. എന്നിട്ട് ഓളാരോട് ചോദിച്ചു ഉമ്മക്കെല്ലാം എടുത്ത് പോടുന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പോയാലേ എനിക്കൊരു വീഡിയോ കിട്ടുമെന്ന്. അതൊന്നും പറഞ്ഞാലൊന്നും ഓള് കൂട്ടാക്കൊന്നും ചെയ്യില്ല. എന്നാലും ഓള് ചാടി എങ്ങനെയെങ്കിലും ആയിട്ട് എൻ്റെ ഒരുമിച്ചിട്ട് വരും. പക്ഷെ അവളെ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട് തന്നെ പറയാം, അത്ര തന്നെ. അതായത് ഏട്ടൻ്റെ മോള് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അവളുള്ളതുകൊണ്ട് തൽക്കാലം അവൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവൾ വരാണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാ കട്ടി മുമ്പിൽ ഓളഞ്ഞ് ഇറങ്ങാം. നമ്മൾ ഇവിടെ എത്തിയപാട് തന്നെ അവൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ എത്തിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ ശരിക്കും കാണുന്നുണ്ട് എന്ന് പറഞ്ഞ്. ഈ ഒരു എയർപോർട്ടിൽ അങ്ങനെ ഒരു കോണുണ്ട്, അതായത് അകത്തുള്ള ആളെ ശരിക്കും പുറത്തേക്ക് കാണും. കോഴിക്കോട് അങ്ങനെ ഉണ്ട്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടാ. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞ് പിന്നെ ഞാൻ എന്നെ കാണുന്നുണ്ട്, വേഗം പുറത്തിറങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടാ. എയർപോർട്ടിലെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ കൂടുതലായിട്ട് വീഡിയോ പിടിക്കാൻ നിന്നിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതല്ലേ, പിന്നെ അതന്നെയല്ലേ വീണ്ടും എടുക്കേണ്ടത്, പുറത്തുള്ള വ്യൂ ഒക്കെ. പിന്നെ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഇതാ നമ്മൾ വേറൊരു ദിവസം ഈ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഏതാ ഷോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. 1 month ആയിട്ടുള്ളൂ. ഫാമിലി വെഡിങ് സെന്റർ എന്നിട്ട് അവിടെയാണ് ഇപ്പം നമ്മൾ കയറിയിട്ടുള്ളത്. അടിപൊളി ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ആക്ക്. ഞാൻ ഈ ഒരു ഷോപ്പിൽ ആദ്യമായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട പിന്നെ നമ്മൾ പിന്നെയും വരും അല്ലേ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വരില്ല. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, എല്ലാം അടിപൊളി. അതേപോലെ തന്നെ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്, കുറവൊന്നുമില്ല. പക്ഷെ നല്ല സാധനം കേട്ടോ. നമുക്കങ്ങനെയല്ലേ, അല്ലാതെ എന്താ പറയുക, കാണാൻ വൃത്തിയില്ലാത്തത് എടുത്തിട്ട് അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. കുറച്ച് പൈസ അധികം കൊടുത്താലും വൃത്തിയുള്ളത് എടുക്കുന്നില്ലേ നല്ലത്. പിന്നെ ഇതാ കല്യാണ പെണ്ണിന് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ തന്നെ എല്ലാം ആയി കേട്ടാ. ജ്വല്ലറി ആയാലും ചെരുപ്പായാലും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഫാൻസി ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും. നിങ്ങൾ എന്തായാലും ഒഴിവാക്കി പോകുന്നത് ചെയ്യില്ല. പിന്നെ എനിക്ക് പിന്നെ അതിനോടെല്ലാം കുറച്ച് ബാക്കോട്ട് തന്നെയാണ്. ഇടുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു വള മാല ഒക്കെ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടാവും. അത്രയും അടിപൊളിയാണ്. കല്യാണത്തിനൊക്കെ ഇട്ടാലും നല്ല തെളിഞ്ഞ് നിൽക്കുമല്ലോ. പക്ഷേ ഞാൻ അങ്ങനെ ഇടാതെ ഒരാളായതുകൊണ്ടാണ് തൽക്കാലം അത് ഒഴിവാക്കുന്നത്. അപ്പോൾ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് നോക്കിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാക്കും. എന്താ പറയുക, വളയൊക്കെ കയ്യിലിട്ടാൽ എന്താ പറയുക, നല്ല രസം ഉണ്ടാക്കും. വള ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, ടൈറ്റിൽ ഇടണം, എന്നാലാണ് കൈ കാണാനുണ്ട് വൃത്തി ഉണ്ടാവുക. അല്ലാതെ പാള പോലത്തെ വള ഒരിക്കലും ഇടാൻ പാടില്ല. ഞാൻ ഗോൾഡിൻ്റെ വീഡിയോയിലെല്ലാം പറയാറുണ്ട്. ഇത് നല്ല ഉണ്ട് കേട്ടോ. ഈ ഒരു കളർ എല്ലാവർക്കും ചേരുന്നൊരു കളർ തന്നെയല്ലേ. പിന്നെ ഇതിൻ്റെ വർക്ക് ടോപ്പിൻ്റെ ഹെൻഡിലും നെക്കിൻ്റെ അവിടെ. പിന്നെ ഷാളാണ് സൂപ്പറാക്കിയത്. ഷാൾ അടിപൊളിയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നല്ല, എന്താ പറയുക, ഇട്ടാൽ തിളങ്ങി നിൽക്കും. പിന്നെ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 3000 സംതിങ്ങോളം ഉണ്ട് കേട്ടോ.
നല്ല ഉണ്ട്. റേറ്റ് കൂടിയാലെന്താ, ഇട്ടാൽ അടിപൊളിയായിരിക്കും. എല്ലാവർക്കും ഇട്ടാൽ ചേരുന്നൊരു കളറല്ല ഇത്. ഇനി ഇതാ അടുത്തതായിട്ട് ബ്യൂട്ടിഫുൾ കളറ്, ഫുൾ വർക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ ടോപ്പിൻ്റെ ഹാൻഡിൽ അതിലും കൂടുതൽ വർക്ക് വരുന്നുണ്ട്. ഷാളെങ്കിലും പറയാനൊന്നുമില്ല, മാഷാല്ലാ സൂപ്പർ. പിന്നെ നല്ല ഉണ്ട് കേട്ടോ, നല്ലൊരു എന്താ പറയുക, നല്ല വൃത്തി ഉണ്ടാവും ഇട്ടാൽ തന്നെ. ഇതിന് ഏകദേശം ആ റേറ്റ് തന്നെ ഉണ്ട് കേട്ടോ, നല്ല ഉണ്ട്. എല്ലാം അടിപൊളി ചുരിദാറാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാം പാർട്ടി വെയറിന് ഇടാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ മോഡൽസും ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഇത്ര വരെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. കാണിക്കാൻ വിചാരിച്ചാൽ ഒരുപാട് ഉണ്ടാക്കും. അപ്പോൾ പിന്നെ എനിക്ക് തീരെ സമയമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി കുറച്ച് മാത്രമേ നിങ്ങളിലേക്ക് കാണിച്ചിട്ട്, പിന്നെ അതുമല്ല ഇങ്ങനത്തെ വീഡിയോ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മാത്രമേ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.